ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തക്കാളി വെണ്ടയ്ക്കയും തേങ്ങാപ്പാലും ഒഴിച്ച് വെച്ച കറിയാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക് ഇങ്ങനെ സോട്ട് ചെയ്യുക. നന്നായി സോട്ടായി വരുമ്പോഴത്തേക്കും ഒരു റെഡിഷ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം, വെണ്ടയ്ക്ക പയ്യെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ അതിനു മുമ്പ് മസാല ചേർക്കണം, അല്ലെങ്കിൽ ഒരു പച്ചച്ചവ ഉണ്ടാവും മസാലയുടെ വെണ്ടയ്ക്ക ഇടുമ്പോൾ. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക സെപ്പറേറ്റ് എണ്ണയിൽ വാട്ടിയിട്ട് ഇട്ടാലും ഓക്കെയാണ്. കാരണം വെണ്ടയ്ക്കയിൽ നിന്ന് മറ്റേ ഞോളപ്പ് പോലത്തെ ഒരു ഇത് വരുമല്ലോ, അപ്പോൾ അത് നമുക്ക് ഈ കറിയിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് വെണ്ടയ്ക്ക വേണമെങ്കിൽ ചേർക്കാം, വെളിച്ചെണ്ണയിൽ സോർട്ട് ചെയ്തിട്ട്. ഇപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ആവശ്യത്തിന് മറ്റേ വറ്റൽ മുളകൊക്കെ ഇടാം. മഞ്ഞൾപ്പൊടി മാത്രമാണ് മഞ്ഞൾപ്പൊടി ഉപ്പും ഞാൻ ഇടുന്നുണ്ട്. കുരുമുളക് പൊടി ഇടേണ്ടവർക്ക് കുരുമുളക് പൊടി ഇടാം. അതിനുശേഷം വെണ്ടയ്ക്ക ആഡ് ചെയ്തു. വെണ്ടയ്ക്ക ആഡ് ചെയ്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊരു മഞ്ഞ കളറാണ് എനിക്ക് കഴിക്കാൻ ഇഷ്ടം ഈ കറി. അതുകൊണ്ടാണ് ഞാൻ മഞ്ഞ പൊടി മാത്രം ചേർക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ മുളക് പൊടി ആവശ്യമുള്ള നല്ല കറികൾക്കൊക്കെ നല്ല എരിവ് വേണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മുളക് പൊടി ചേർക്കാം. പിന്നീട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ